സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സൂപ്പർ ഹീറോ മൂവീസിൽ ബാറ്റ്മാൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് സ്പൈഡർമാനെയാണ്. 2002 കണ്ട സ്പൈഡർമാൻ മൂവി തൃശ്ശൂർ രാഗം തിയേറ്ററിൽ കണ്ടത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇപ്പോഴും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പൈഡർമാൻ മൂവി അതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 1-2 സ്പൈഡർമാൻ എപ്പിസോഡ്സ് സിനിമ വന്നപ്പോൾ എനിക്ക് അത് അത്രയും കണ്ട് എന്നെ സാറ്റിസ്ഫൈ ചെയ്യിച്ചില്ല. പക്ഷേ ഇത് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല മൂവിയാണെന്ന് പലയിടത്തും ഇൻ്റർനാഷണൽ പ്രിവ്യൂസിൻ്റെ ഒക്കെ റിവ്യൂ വായിച്ചിട്ടാണ് കയറിയത്. പക്ഷേ ഹൈപ്പിനെ ഒന്നും തെറ്റിച്ചിട്ടില്ല, പ്രതീക്ഷകളെ തകിടം മറിച്ചിട്ടില്ല. ഭയങ്കര ഇഷ്ടമായി. അതായത് ടോം ഹാളണ്ട് ചെയ്ത സ്പൈഡർമാൻ മൂവീസിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ സിനിമ. നമ്മൾ ബാറ്റ്മാൻ ട്രിലോജിയിലൊക്കെ ക്രിസ്റ്റഫർ നോലാൻ ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം, ഒരു സൂപ്പർ ഹീറോ മൂവീനെ എങ്ങനെ കൂടുതൽ മനോഹരമായ സിനിമയാക്കാം എന്നുള്ള രീതിയിലൊക്കെ സ്പൈഡർമാൻ മൂവീസിൽ പരീക്ഷിച്ചൊരു സിനിമയായിട്ട് ഈ ബ്രാൻഡ് ന്യൂ ഡേ എനിക്ക് തോന്നി. എന്നെ ഭയങ്കരമായിട്ട് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്ത സിനിമയാണ്. ഞാൻ 3Dയിലാണ് ഇത് കണ്ടത്. അപ്പോൾ 3D സിനിമ കാണുന്ന സമയത്ത് 3Dയിലല്ലെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നഷ്ടം ബോധം തോന്നില്ല. പക്ഷെ 3D കണ്ടു കഴിഞ്ഞാൽ ഹൾക്ക് വരുന്ന സീനുകളിലും ക്ലൈമാക്സിൽ നിഞ്ചാസ് ആയിട്ടുള്ള ക്ലൈമാക്സ് പോർഷൻസ് ആക്ഷൻസും ഒക്കെ 3Dയിൽ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. പിന്നെ ഇതിനകത്തുള്ള എന്താ പറയുക, സ്പൈഡർമാൻ കരഞ്ഞിട്ട് മഴയത്ത് MJനെ തിരിച്ച് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കുറേ സീനുകളൊക്കെ 3Dയിൽ നമുക്ക് ഒരു എക്സ്ട്രാ കിക്ക് കിട്ടും. 3D ഷോസ് ദുബായിൽ കുറവാണ് നമ്പേഴ്സ്, എന്നാലും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 3D കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് ഈ റീസെൻ്റ് ഇയേഴ്സിൽ. ഞാൻ അങ്ങനെ എല്ലാ സൂപ്പർ ഹീറോ മൂവീസിൻ്റെയും ആരാധകനല്ല. ഞാൻ പറയില്ല, എനിക്ക് 2002 സ്പൈഡർമാന് ശേഷം ഭയങ്കര ഇഷ്ടമായി എന്ന് തോന്നിയ ഒരു പടമാണ് ബ്രാൻഡ് ന്യൂ ഡേ. ഇതിൽ പിന്നെ സെൻഡായക്ക് ചിലപ്പോൾ ഒരു ട്രോളൊക്കെ കിട്ടിയേക്കാം. ബാഹുബലി 2 തമന്നയ്ക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെയൊക്കെ സ്ക്രീൻ പ്രൈസ് കുറവാണ്. പക്ഷെ മറ്റൊരു സർപ്രൈസ് ഉണ്ട് ഇതിനകത്ത്. സ്ട്രേഞ്ചർ തിങ്സിലത്തെ മറ്റേ എന്താ പേരവിടെ മറന്നുപോയി, നോക്കിയിട്ട് പറയാം. അടിപൊളി, ഭയങ്കര അൺഎക്സ്പെക്റ്റഡായ രീതിയിൽ ആ ക്യാരക്ടർ വരുന്നു. ആ ക്യാരക്ടർ പെർഫോം ചെയ്ത് ഞെട്ടിക്കുന്നു. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും, ഫ്രാങ്കിൻ്റെ ക്യാരക്ടേഴ്സ്, പണിഷർ, പിന്നെ നിഞ്ച ടീമിൻ്റെ ഹാൻഡ് ഫൈറ്റ്, പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി ഇമോഷണലി പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഡയറക്ടറുടെ അറ്റംപ്റ്റാണ് സ്പൈഡർമാൻ. എന്തായാലും മസ്റ്റ് വാച്ച്.